മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. സ്ട്രോബെറിയുടെ സീസൺ ആണല്ലോ, അപ്പൊ സ്ട്രോബെറി വെച്ച് നമുക്ക് ഒരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കി തരാം. ഇവിടെ ബാംഗ്ലൂർ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സിലും സ്ട്രോബെറി കാണാൻ പറ്റും കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി വെച്ച് പുഡിംഗ് ആണ്. വളരെ എളുപ്പമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ഇടുന്നുണ്ട്. ഇത് സ്ട്രോബെറി ഫ്ലേവേർഡ് കസ്റ്റാർഡ് പൗഡർ ആണ് കേട്ടോ. ഇതൊരു 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയിക്കോളും. എന്നിട്ട് വേണം നമ്മൾ ഗ്യാസ് ഒന്ന് ഓണാക്കാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ അടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിൻ്റെ കൺസിസ്റ്റൻസി മാറി വരുന്ന കാണാം കേട്ടോ. ഒട്ടും കട്ട പിടിക്കാതെ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിക്സ് ഓൾമോസ്റ്റ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്രീസ് ചെയ്ത് വെച്ച കണ്ടെയ്നറിലേക്ക് മാറ്റാം കേട്ടോ. ഏകദേശം ഒരു 8 to 9 സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ പ്യൂരിയാണ് എടുത്തേക്കുന്നത്. അത് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ സ്ട്രോബെറിക്ക് പുളിയുള്ള കാരണം കൊണ്ട് കുറച്ചധികം ഷുഗർ വേണം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓണാക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓൾമോസ്റ്റ് ഈ കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മുടെ മിക്സിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തേക്കും ഈവൻലി ഫില്ല് ചെയ്ത് കൊടുക്കണേ. കുറച്ച് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് നമുക്ക് ഇടാം കേട്ടോ. എന്നിട്ട് കുറച്ച് ഫ്രഷ് സ്ട്രോബെറീസ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫൈനലി നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളിയാണ്. ഇനി ഇതൊരു 1 to 2 hours നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. എങ്ങനെയുണ്ട് നോക്കാം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. പ്യൂരി അധികം ആവണ്ട കേട്ടോ. പ്യൂരി ഒത്തിരി ആയി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോവും. നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ പുഡിംഗ് വീഡിയോ. ഇനി നെക്സ്റ്റ് സ്ട്രോബെറി വെച്ച് അടുത്ത ഡിഷ് വേറെ ഉണ്ടാക്കാം കേട്ടോ.